മോർ ഓർ ലെസ് യു ആർ റൈറ്റ് എന്ന ഇംഗ്ലീഷ് പദപ്രയോഗം ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വി എസിനോടാണ്. നിങ്ങൾ ജനപക്ഷത്താണെങ്കിൽ നിങ്ങൾ ശരിപക്ഷത്തായിരിക്കും. അത് തന്നെയാണ് വി എസ്. എന്നും ജനപക്ഷത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നും ശരിപക്ഷത്തു കൂടിയായിരുന്നു. അടിസ്ഥാനവർഗ പ്രശ്നങ്ങളിൽ വി എസിന് പുസ്തകത്തിൽ നിന്നോ മറ്റാരാലോ കേട്ട് പരിചയപ്പെടേണ്ട ഒന്നായിരുന്നില്ല. അവന്റെ വിശപ്പ്, പട്ടിണി, തൊഴിലില്ലായ്മ, ഈ ജന്മി കുടിയാൻ വ്യവസ്ഥയിലെ പീഡനം, ഇതെല്ലാം വി എസ് അനുഭവിച്ചറിഞ്ഞ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, ഇത് വി എസിന് മറ്റൊരാളിൽ നിന്ന് കേട്ടറിയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ രാഷ്ട്രീയ ജീവിതത്താരകളിൽ എന്നും അടിസ്ഥാനവർഗത്തോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും ശബ്ദമുയർത്തി ഇങ്ങനെ നിലകൊണ്ടത്. ആ ശബ്ദമാണ് ഇപ്പോൾ ആൾക്കൂട്ടത്തിൽ ലയിച്ച് ആ അഭിവാദ്യങ്ങളായി ഇപ്പോൾ വി എസിലേക്ക് ആളുകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാത്രി വൈകി 3 മണിയോടെ അടുക്കുന്നു. വിലാപയാത്ര തുടങ്ങി 13 മണിക്കൂറിനോട് എടുക്കുന്നു. ഇപ്പോഴും ജനസാഗരമാണ് എങ്ങും കാണാനുള്ളത്. ഇങ്ങനെ രാഷ്ട്രീയ നേതാവിന് യാത്രയപ്പിനി കേരളത്തിൽ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇത്തരത്തിൽ കർക്കശ നിലപാടുകൾ കൊണ്ട് സമരസപ്പെടാതെ, അടിസ്ഥാനവർഗ പ്രശ്നങ്ങളിൽ ഒരിഞ്ച് പിന്നോട്ട് പോകാതെ ഒരു മനുഷ്യൻ എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെ നിഷ്പക്ഷരായ, നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും മായാത്ത ഓർമ്മയായി, ഒരിക്കലും മായാത്ത ചിത്രമായി ഇങ്ങനെ തങ്ങി നിൽക്കുമെന്നത് മാത്രമാണ് അതിനുള്ള ഉത്തരം. ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയം. ഇതാണ് യഥാർത്ഥ കമ്മ്യൂണിസം.